നറുക്കെടുപ്പ് ദിവസം അടുക്കുകയാണ്. ഒക്ടോബർ 9-നാണ് കേരളം കാത്തിരിക്കുന്ന ആ ഭാഗ്യവാനെ അറിയുക. ആരുടെ ജീവിതമായിരിക്കും മാറി മറിയുന്നത് എന്നറിയാൻ കേരളം കാത്തിരിക്കുകയാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ ലോട്ടറിയെക്കുറിച്ചുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പലരും ഷെയറിട്ടും അല്ലാതെയും ലോട്ടറി വാങ്ങി കാത്തിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലും ലോട്ടറി ചർച്ചകൾ പൊടിപൊടിക്കുകയാണ്. പലരും ഇതുമായി ബന്ധപ്പെട്ട ട്രോളുകളും ഇറക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ ലോട്ടറി അടിച്ചവരുടെ കഥകളെല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ്. 300 കോടിയിലേക്ക് ടിക്കറ്റ് വിൽപ്പന എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഭാഗ്യക്കുറി വകുപ്പ് അധികൃതർ. പൊതുവെ സമൂഹത്തിൽ നടക്കുന്ന യഥാർത്ഥ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി പലതരത്തിലുള്ള സിനിമകൾ എത്തിയിട്ടുണ്ട്. ആഷിഖ് അബു സംവിധാനം ചെയ്ത വൈറസ്, ടൊവിനോ നായകനായി എത്തിയ 2018 തുടങ്ങിയ സിനിമകളൊക്കെ കേരളത്തിൽ സംഭവിച്ച കാര്യങ്ങളെ ആസ്പദമാക്കിയെടുത്ത ചിത്രങ്ങളാണ്. അതുപോലെ തന്നെ ലോട്ടറി പ്രമേയമാക്കിയ നിരവധി സിനിമകൾ മലയാളത്തിലും എത്തിയിട്ടുണ്ട്. ലോട്ടറി അടിച്ചു എന്ന ഏത് വാർത്ത എത്തിയാലും നമ്മുടെ മനസ്സിലൊക്കെ ആദ്യം ഓടിയെത്തുന്നത് കിട്ടുണ്ണിയേട്ടന്റെ കാമധേനു ലോട്ടറി ഫലമായിരിക്കും. കിലുക്കം എന്ന സിനിമയിൽ അദ്ദേഹം ലോട്ടറി എടുക്കുന്നതും അടിച്ചെന്നറിയുമ്പോൾ ബോധം പോയി വീഴുന്നതും ടിക്കറ്റ് നമ്പർ പറയുമ്പോൾ വളരെ വളരെ ശരിയാണ് എന്നുള്ള മറുപടിയുമൊക്കെ ഇന്നും ഹിറ്റാണ്. സമ്മാനത്തുക എത്രയാണെന്നൊക്കെ പറയുമ്പോൾ കിട്ടുണ്ണിയേട്ടനുണ്ടാകുന്ന ഭാവവ്യത്യാസങ്ങൾ എപ്പോൾ കണ്ടാലും നമ്മൾ മലയാളികൾ ചിരിക്കും. ലോട്ടറി പ്രമേയമാക്കിയ സിനിമയല്ല കിലുക്കമെങ്കിലും കിട്ടുണ്ണിയേട്ടനെ ലോട്ടറി സിനിമകളിൽ നിന്നും ഒഴിവാക്കാൻ സാധിക്കില്ല. രേവതിയുടെ കഥാപാത്രവും മികച്ച രീതിയിലാണ് ഈ സിനിമയിൽ ഈ സീൻ ഗംഭീരമാക്കാൻ സഹായിച്ചിട്ടുള്ളത്. ആ സീൻ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഇന്നസെന്റിന്റെ കഥാപാത്രമാണെങ്കിലും രേവതിയുടെ പ്രകടനവും എടുത്തു പറയേണ്ടതുണ്ട്. പിന്നാലെ തിലകനൊപ്പമുള്ള രംഗവും സിനിമാ പ്രേമികൾക്ക് ഓർമ്മയുണ്ടാകും. ലോട്ടറിയുമായി ബന്ധപ്പെട്ട് സമീപകാലത്തിറങ്ങിയ ചിത്രമാണ് കേശു ഈ വീടിന്റെ നാഥൻ. ദിലീപ് ഉർവശി കോംബോയിലെത്തിയ ചിത്രമാണ് കേശു ഈ വീടിന്റെ നാഥൻ. കേശുവായി സിനിമയിലെത്തിയത് ദിലീപാണ്. കേശുവിന് ലോട്ടറി അടിക്കുകയും അതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളുമാണ് സിനിമയിൽ പറഞ്ഞത്. അടിച്ച ലോട്ടറി എവിടെയാണെന്നറിയാതെ അത് കണ്ടുപിടിക്കാനുള്ള പാടുപെടലാണ് ഈ ചിത്രത്തിന്റെ സെക്കൻഡ് ഹാഫ് മുഴുവനുള്ളത്. രജീഷ് മിഥില സംവിധാനം ചെയ്ത ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന ചിത്രത്തിലും ലോട്ടറിയുമായി ബന്ധപ്പെട്ട രംഗങ്ങളുണ്ട്. ചിത്രത്തിൽ ജയസൂര്യ, നെടുമുടി വേണു, അജു വർഗീസ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത്. മൂവരുടെയും ഒരുമിച്ചുള്ള യാത്രകളിൽ അവർ കണ്ടുമുട്ടുന്ന ജീവിതങ്ങളും പ്രണയവും തട്ടിപ്പുമൊക്കെയാണ് ചിത്രത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതിനൊപ്പമാണ് ലോട്ടറി നഷ്ടപ്പെടുന്നതുമായി ബന്ധപ്പെട്ട രംഗങ്ങളുമുള്ളത്. ജയസൂര്യ തന്നെ നായകനായി എത്തിയ കുഞ്ഞളിയൻ എന്ന ചിത്രത്തിന്റെ പ്രമേയവും ലോട്ടറി തന്നെയാണ്. അനന്യ, സുരാജ് വെഞ്ഞാറമൂട് എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ജയസൂര്യയുടെ നായക കഥാപാത്രം ലോട്ടറി അടിച്ചെന്ന് കള്ളം പറയുകയും അതുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്ന കാര്യങ്ങളുമാണ് ചിത്രത്തിൽ പറയുന്നത്. ഇതേ രീതിയിലുള്ള സംഭവങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചിത്രമാണ് ജയറാം, കനിഹ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഭാഗ്യദേവത. സ്ത്രീധനത്തിന്റെ പേരിൽ വഴക്കിട്ട് ജയറാമിന്റെ കഥാപാത്രം ഭാര്യയെ വീട്ടിൽ കൊണ്ടുപോയി വിടുന്നതും പിന്നീട് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഭാര്യയ്ക്ക് 1 കോടി ലോട്ടറി അടിച്ചെന്ന വാർത്ത എത്തുന്നതുമൊക്കെയാണ് രസകരമായി ഈ ചിത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്.